എവിടെ ചെന്നാലും എനിക്ക് സ്നേഹമുള്ള ഒരു ചേട്ടനെയും സ്നേഹമുള്ള ഒരു ചേച്ചിയെയും കിട്ടും. അതെന്റെ ഒരു ഭാഗ്യമാ. ഇവിടെ വന്നപ്പോഴും കിട്ടി. നല്ല സ്നേഹമുള്ള ഒരു ചേട്ടൻ, സ്നേഹമുള്ള ഒരു ചേച്ചി. എവിടെ എന്റെ ചേച്ചി? ചേച്ചി എന്നെ ശംഖു എന്ന് അറിഞ്ഞില്ലേ? എന്താ ഇങ്ങോട്ട് കാണാത്ത? അവക്ക് നല്ല സുഖമില്ല. അയ്യോ, എന്ത് പറ്റി? ഓ, ഒരു ചെറിയ പനി. എന്നിട്ട് ഡോക്ടറെ കാണിച്ചില്ലേ? ഓ, അത്രയ്ക്കൊന്നും അങ്ങനെ കരുതാൻ പാടില്ല, അത് തെറ്റാ. ചേച്ചിയെ കണ്ണിലെ കൃഷ്ണമണിയെ പോലെ നോക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്നിട്ട് എന്താ ചേട്ടൻ കാണിക്കാത്ത? മോശമായി പോയി. ചേച്ചി നേരെ ഒരുപാടായി. ശംഖു പോയട്ടെ. അങ്ങനെ പോയാൽ എങ്ങനെ? ചേച്ചിക്ക് സുഖമില്ലായിരിക്കുമ്പോ ഞാൻ എങ്ങനെ പോവും? ഞാൻ പോയ സ്നേഹമില്ലാത്തവരല്ലേ? ചേച്ചി എന്താ ചേട്ടന്റെ പ്രശ്നം? പൈസ ഇല്ല കയ്യില്? എന്റെ പോക്കറ്റിൽ ഒരുപാട് പൈസ ഉണ്ട്. നമുക്ക് കാശ് തീരുന്നവരെ ചേച്ചിയെ കാണിക്കാം. ടാക്സി വിളിക്കണോ? ഞാൻ ചേച്ചിയെ കയ്യിലെടുത്തോണ്ട് പോണോ? ഞാനുള്ളപ്പോ ചേച്ചിക്ക് ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല, ചേട്ടനും ഉണ്ടാവാൻ പാടില്ല. ചേട്ടൻ എന്താ പ്രശ്നം? ചേട്ടൻ എന്താ പ്രശ്നം? ഇപ്പൊ നീയാണ് എന്റെ പ്രശ്നം. എന്നാടാ നിന്റെ അമ്മ ഇരട്ട പ്രസവിച്ചോ? എനിക്കോ എവിടെടാ അവൻ? പിന്നെ അട്ടി വാങ്ങിക്കണ്ടെങ്കിൽ സത്യം പറഞ്ഞോണം. എവിടെ അവൻ? ഷാപ്പിൽ പോയിരിക്കും പറയണ്ടെന്ന് പറഞ്ഞു. പങ്കജൻകുട്ടി, ഈ നേരം വിളിക്കുന്നത് എന്തുകൊണ്ടാ? സൂര്യൻ ഉദിക്കുന്നോണ്ട്. സൂര്യൻ ഉദിക്കുന്നതോ? എനിക്കറിയില്ല. കോഴി കൂണതുകൊണ്ട്. ലോകത്തുള്ള കോഴികളൊക്കെ തല്ലിക്കൊന്നാലോന്ന് ഞാൻ ആലോചിക്കുക. പിന്നെ നേരം വെളുക്കൂലല്ലോ, എപ്പോഴും രാത്രി മാത്രം. നമ്മൾ രണ്ടുപേരും ഇങ്ങനെ രാത്രി മരിക്കോളം ഞാനും നീയും ഇങ്ങനെ കെട്ടിപ്പിടിച്ച്. എന്തിനാ ഇതിൽ നിന്ന് ഇറങ്ങിയത്? നാട്ടുകാരെ ഞാൻ ഒരിടത്തും പോയില്ല. ഇല്ല, ആശുപത്രി പോയിരുന്നു, വയറുവേദനയ്ക്ക്. വേണ്ടച്ചാ, നാട്ടുകാർ കണ്ടാ? കാണട്ടെ, എല്ലാവരും കാണട്ടെ. ഗോവിന്ദനാശാൻ നാട്ടുകാരെ പറ്റിച്ചാണ് കഞ്ഞി കുടിക്കുന്നതെന്ന് അറിയട്ടെ എല്ലാവരും. വെട്ടിയെടുത്തോ? ഇനി ഈ കളത്തിൽ ചവിട്ടിയാൽ ആ കാലിയം വെട്ടും. ആശാനെ, മിണ്ടിപ്പോകരുത്. ഇക്കാലം അത്രയും അധ്വാനിച്ച് അന്നം തിന്നോനാ ഞാൻ. പൂജിക്കണ ദൈവം എനിക്ക് ചെയ്യുന്ന തൊഴില്. കാലം ഒന്നേ മുടങ്ങിയിട്ടുള്ളൂ. നാളെ ഈ നാട്ടുകാരോട് മാപ്പ് പറഞ്ഞ് പോയിലും കയറും സൈക്കിളും വരും. പൊയ്ക്കോ, എവിടെയാന്ന് വെച്ചാ പൊയ്ക്കോ. ആശാനെ പോട്ടെ, അവൻ അറിയാണ്ട്. മക്കളെ പോലെയല്ലേ ഞാൻ നിങ്ങളെ കാണുന്നത്, അങ്ങനെയല്ലേ സ്നേഹിക്കുന്നത്. എന്നിട്ട് ഇവൻ ഇനി അവൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. ഞാനല്ലേ പറയുന്നത്. നീ സൈക്കിളിൽ കയറ്. നമ്മൾ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കാനുള്ള അവകാശം ആശാനുണ്ട്. ആശാ പോണം. കസ്തൂരി, നീ സൈക്കിളിൽ കയറ്. ആളുകൾ വരുന്നതിന് മുമ്പ് സൈക്കിളിൽ കയറാൻ പോ. വാ വാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. വാ തരാം. തമ്പുരാൻ വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മദ്രാസിൽ നിന്ന് എപ്പോഴെത്തിയാണോ? ഇന്നലെ രാത്രിയിൽ. അങ്ങോട്ട് ഇങ്ങോട്ട് തന്നോളൂ, അകത്തേക്ക് വയ്ക്കാലോ. ഓ, ഇറങ്ങിയല്ലോ ഇരണ്ടകള്. ഒറ്റണത്ത് നിന്ന് ഇവിടെ പുറത്ത് കാണാൻ പാടില്ല. ഒക്കെ ഭാഗത്ത്. നിർത്തണോ നിർത്തണ്ടോ തീരുമാനിക്കുന്നത് ഞാനാ. വയറ് നിറയണവരെ കഴിക്കും. അതല്ലടോ ഈ കുന്ത്രാണ്ടം. ഇതാരെങ്കിലും നിർത്തുണ്ടോ? നമസ്കാരം. അതിനൊന്നും ഒരു കുഴപ്പമില്ല, ആയിക്കോട്ടെ. അന്ന് സമ്മതം തരുമ്പോ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഒച്ചയും ബഹളൊന്നും തമ്പുരാന് ഇഷ്ടല്ലാണ്. ഇന്ന് തറവാട്ടിൽ അദ്ദേഹം വരുന്നുണ്ട്. പാട്ടും കുത്തൊന്നും വേണ്ട. അയ്യോ, ആള് ശരിക്കും കൂടി തുടങ്ങിയത് ഇപ്പോഴാ. അതിലിടയ്ക്ക് ഒരു ദിവസം നിർത്തിയാൽ. മാത്രമല്ല സൈക്കിളിൽ നിന്ന് ഇറങ്ങാനും പറ്റില്ല, യജ്ഞല്ലേ. ഇറങ്ങണ്ട, താൻ അവിടെ കിടന്ന് തിരിഞ്ഞോ. ഈ കുന്തം തൊള്ളറക്കണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ല, അത് അച്ഛനെ അപ്പൊ ഇന്ന് കളിയില്ലല്ലോ. ഞാൻ ഒന്ന് പുറത്ത് ഇറങ്ങിട്ട് വരട്ടെ. ഭീമ, താടിക്ക് തീ പിടിക്കുമ്പോ ബീഡി കൊളുത്തിക്കോട്ടോ എന്ന് ചോദിക്കുന്നത് ശരിയല്ല.
ചേച്ചി ദേ താഴെ തമ്പുരാൻ വന്നിട്ടുണ്ട്. എങ്ങോട്ടാ പുറപ്പാട്? തമ്പുരാനുണ്ട് അപ്പുറത്ത്. ഒച്ചയും ബഹളം ഇല്ലാണ്ട് എവിടെയെങ്കിലും പോയി ഇരുന്നോണം. ചെല്ല്. കുറച്ച് ഇറച്ചി വേവിക്കേണ്ടി വരും. അമ്മ അടുക്കളയിലേക്ക് വരണ്ട. എന്റെ ഗുരുവായൂരപ്പാ. പാപി ചെന്നയിടം പാതാളെന്ന് പറഞ്ഞ പോലെയായി എന്റെ ഗതി. വിലാസിനുടെ അവിടെയും മുച്ചൂടും തുറഞ്ഞ് തുന്നം പാടി. അവളും കുട്ടികളും ഇവിടെ തന്നെ അങ്ങോട്ട് നിൽക്കട്ടെ എന്ന് വെച്ചു. എന്നിട്ട് കുട്ടികളൊക്കെ അത് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോണു. ചെറിയത് രണ്ടും ഇവിടെ ഉണ്ട്. ആ കേസ് 3 മാസത്തിനാവും വിധിയാവും. അച്ഛനാർക്ക് അനുകൂലമായിട്ട് തന്നെ. എന്റെ അഡ്വക്കേറ്റ് വാദിച്ച ഒരു കേസ് ഇതുവരെ തോറ്റിട്ടില്ല. അറിയാലോ? അറിയാം. പോയതൊക്കെ പോയി എന്ന് വെച്ചോളാം. പാങ്ങോട്ടുകാരോട് അച്ചുവന്നാര് തോറ്റുവെന്ന് ലോകരെല്ലാവരും കേൾക്കെ വിളിച്ച് പറയുകയും ചെയ്തോളാം. കാരണവന്മാരുടെ അസ്തിത്വം ഉണ്ട് ഈ തറവാട്ടിലെ. അതും കൂടെ അന്യാധീനപ്പെട്ട കെട്ടി തൂങ്ങി തരണ്ടാവും. കഴിച്ചത് മതി. മദ്യപിക്കുന്നത് മനസ്സിന്റെ ഒരു സന്തോഷത്തിനാ, കരയാനല്ല. അച്ചുവന്നാരോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചെടുക്കാന്ന്. പണം മുടക്കാനും കാര്യങ്ങൾ നടത്തിത്തരാനും ഞാനില്ലേ ഇവിടെ. മുക്കിലും മൂലയിലൊക്കെ മുറിമുറിപ്പുണ്ടേ. കുടുംബത്തിലും അതെ. 1000 നാവിന് 2 വിരല്. കാത് പൊത്തിയാ മതി. സാവിത്രിക്കുട്ടി എന്തേ കരയാൻ തുടങ്ങിയില്ലേ? സാവിത്രിക്കുട്ടിയുടെ അമ്മാവന്റെ കാര്യം ഓർക്കുമ്പോ തമാശയാ. എന്നെ കൊണ്ടാവണ സഹായങ്ങളൊക്കെ ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്യണുണ്ട്. അല്ല, അച്ഛനാരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ആർക്കാ പിടിച്ചു നിൽക്കാൻ പറ്റുക? കോടതി കാര്യമല്ലേ. കേസ് വിധിയാവുമ്പോ നിങ്ങളെല്ലാം കിടന്നുറങ്ങുന്ന ഈ തറവാട് പോലും നിങ്ങളുടേതാവോ അതോ പാങ്ങോട്ടുകാരുടേതാവോ എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ആ വയസ്സായ ഒരമ്മൂമ്മ അവരുള്ളതാ. കയ്യും പിടിച്ചോണ്ട് എങ്ങോട്ടിറങ്ങാനാ ഇല്ലേ? ഞാൻ ഈ പണമൊക്കെ മുടക്കുന്നതും എന്റെ അഡ്വക്കേറ്റിനെ വെച്ച് കേസ് നടത്തുന്നതും ഒക്കെ അറിയാലോ സാവിത്രിക്കുട്ടിക്ക്. ആരുടെയും മനസ്സ് വേദനിക്കുന്നതും കണ്ണീര് കാണുന്നതും എനിക്കിഷ്ടമല്ല. ആ മുഖം ഒന്ന് ഉയർത്തിയേ. ഞാൻ ഇവിടെ വരുന്നു കുട്ടിയുടെ കൂടെ കഴിയുന്നു നാട്ടുകാരൊക്കെ പറയുന്നൂത്രേ. സത്യം അറിയാലോ. എത്ര കാത്തിരുന്നാലും ശരി, കുട്ടിയുടെ സമ്മതത്തോടെ അല്ലാതെ പ്രതാപവർമ്മ ഈ ദേഹത്ത് തൊടില്ല. കണ്ണീരിൽ ഉമ്മ വയ്ക്കുന്നത് എനിക്കിഷ്ടമല്ല. ചെല്ലേ, ചെന്ന് മുഖം കഴുക്. കസ്തൂരി, എന്റെ കസ്തൂരി, നീ പട്ടുടുത്തു പൊട്ടു. അയ്യോ 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 ഓടി വന്നേ. തൊടാതെ സംസാരിക്കാൻ സഹോദരാ. അയ്യോ കൈ പിടിക്കണ്ട.
പ്രശ്നം? ഞങ്ങളിങ്ങനെ ചുമ്മാ മാങ്ങ പറിക്കാനായിട്ട്. നിങ്ങൾ ഇപ്പൊ കാണിച്ചത് ആണുങ്ങൾക്ക് ചേർന്ന പ്രവൃത്തിയാണോ? ഞങ്ങളൊന്നും ചെയ്തില്ല. ഇതെപ്പോഴും എന്നെ കൊണ്ട് ഇങ്ങനെ പറയിക്കണോ? ആ ശരി പോരെ. ആ തുടക്കേ. അത് മുണ്ടി മുണ്ടി തുടക്കേ. ആ അത് അവളുടെ കൊടുക്ക. ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു. ആ കസ്റ്റഡി ഒരെണ്ണം കൊടുക്ക. നീക്കേ. വാ. എണീക്ക്. റോങ് ആയിട്ട് ഒന്നും സംഭവിക്കാൻ പാടില്ല. ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. കസ്റ്റഡി. നീ പാട്ട് പാടുമല്ലടാ? ഇല്ല. ഡാൻസും ചെയ്യും. അറിഞ്ഞൂടാ. ഒരു പാട്ട് പാട്. കസ്തൂരി കസ്തൂരി ഡാൻസ് ചെയ്തോണ്ട് പാടാ. പാടാ. അഴകിൻ ചെങ്കാരി നീ പട്ടുടുത്തു പൊട്ടുടുത്തു മുത്തുമാല ഇട്ട് വരും കസ്തൂരി കസ്തൂരി. എന്താ എന്താ അവിടെ എന്താ എന്താ പ്രശ്നം? എന്തിനാ നിങ്ങളെ കെട്ടിട്ടിരിക്കണേ? ഇതും വല്ല അഭ്യാസം മറ്റാണ്. ഇവന്മാരുടെ ചില അഭ്യാസങ്ങൾ മാറ്റിയെടുക്കാനുള്ള ഒരു അഭ്യാസം. എന്താ കാര്യം? നേരിട്ട് അങ്ങോട്ട് ചോദിക്കണം. തമ്പുരാനെ രക്ഷിക്കണം. ആന ചവിട്ടി ചേത്ത അതിനൊരു അന്തസ്സുണ്ട്. ഇത് പൊറുംപൊടിയായിട്ട് ചാവാൻ പോവുക. ഞാനൊന്ന് സൂചിപ്പിക്കണ്ടായാലോ, തെക്കേ പറമ്പിൽ അഭ്യാസങ്ങൾ കാണിക്കുമ്പോഴത്തേകളാ. ഓഹോ. ഏയ് ഇവരെ അഴിച്ചുവിടും. വരട്ടെ വരട്ടെ. അവരെ കെട്ടിയിട്ടത് ഞാനാ. അഴിച്ചുവിടാനും എനിക്കറിയാം. തർക്കുത്തരം പറയാനോ താൻ? ആരോടാ സംസാരിക്കുന്നത് അറിയോ? തമ്പുരാൻ, പ്രതാപവർമ്മ തമ്പുരാൻ. എന്താ അതെന്റെ പേര്? ശംഖു. വലിയ മിടുക്കനാണ് അല്ലേ? എന്തിനാ ഇവരെ കെട്ടിയിട്ടെ? പോക്കൃത്തരം കാണിച്ചിട്ട്. ഞങ്ങളൊന്നും കാണിച്ചില്ല. ഈ പെണ്ണ് ഞങ്ങളുടെ മുമ്പ് വന്ന് കൊഞ്ചു കൊഴിഞ്ഞപ്പോ ഞങ്ങൾ അട്ടിച്ച് പല്ലേന്തായിടും. എടാ തെരുവിലാണ് ജീവിക്കുന്നത്. അഴിഞ്ഞാട്ടക്കാരിയാണെന്ന് പോട്ടെ വിചാരിച്ചോ? പോട്ടെ, ക്ഷമിച്ചുകളാ, ചെറുപ്പക്കാരല്ലേ. പോട്ടെ കുട്ടി. ഒരബദ്ധം പറ്റിപ്പോയതാണ്. ഈ പ്രദേശത്ത് കണ്ടുപോരുത്. ഓക്കോ. ആവേശം കൊള്ളാം. എന്താ കുട്ടിയുടെ പേര്? കസ്തൂരി. കസ്തൂരി. വാ. എന്നാ പോവാ. ഏ പോവാ. ആ